ഒരു ഗെയിം നമ്മളെ പറ്റിച്ചാലോ, അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ അത് തന്നെ ആയിരിക്കും. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം അതുപോലത്തെയാണ്. ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും കളിക്കുക, വളരെ സിമ്പിളാണ്. കാരണം ഇതിലാകെ 3 ബട്ടനേ ഉള്ളൂ. ലെഫ്റ്റ് പോവുക, റൈറ്റ് പോവുക, ചാടുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഗെയിമിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് കളിക്കും പറയും. ഇതൊരു വൈറൽ ഗെയിമാണ്, നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കളിച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് ലെവൽ ഡെവിൽ നോട്ട് എ ട്രോൾ ഗെയിം. പേര് പോലെ തന്നെ ഇതിൽ കുറേ ലെവലുണ്ട്. ട്രോൾ ആണോ ഇല്ലയോ എന്ന് നമുക്ക് ഗെയിമിൽ പോയാൽ മനസ്സിലാകും. ഇതിൽ ഓരോ ലെവലിൽ ഒരു 5 പാർട്ട് ഉണ്ടാകും. ഞാൻ ചുമ്മാ ഫസ്റ്റ് പാർട്ട് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നത് അവനുണ്ടല്ലോ, ഇതൊരാളാണ്, ഇതൊരു മനുഷ്യനാണ്. ഇവനെ നമ്മൾ ആ വാതിലിൻ്റെ അവിടെ എത്തിക്കണം, അത്രേ ഉള്ളൂ. കാണുമ്പോൾ വളരെ സിമ്പിൾ. റൈറ്റ് അമത്തെ റൈറ്റ് പോകണു, ലെഫ്റ്റ് അമത്തെ ലെഫ്റ്റ് പോകണു, ഈ ബട്ടൺ അമത്തെ ചാടാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ 3 ബട്ടണേ ഉള്ളൂ. അപ്പോൾ ഇവനെ നമ്മൾ അവിടെ കൊണ്ടുപോവാണ്. വളരെ ഈസി അല്ലേ? കണ്ടോ എങ്ങനെ ഇരിക്കണേ? അതാരെങ്കിലും പ്രതീക്ഷിച്ചാ? ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വീഴും. ഞാൻ പ്രതീക്ഷിച്ചു, കാരണം ഈ ഒരു പാർട്ട് ഞാൻ കളിച്ചാണ്. ഈ 5 പാർട്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. അടുത്ത ലെവൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഒരു സംഭവം വരുന്നത്. നമ്മൾ നേരെ പോകുന്നു, ചാടുന്നു, സിമ്പിൾ. ഫസ്റ്റ് പാർട്ട് ഓക്കെ. ഈ ഒരു പാർട്ടിൽ എന്താ വരുന്നത് എനിക്കറിയാം, ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടി കളിച്ച പോലെ തന്നെ അവനെ കൊണ്ടുപോകുന്നു. അവിടെ ഒരു കുഴി വന്നു, അറിയാം. സോ നമ്മൾ ചാടി, രണ്ടാമത്തെ കുഴി വന്നു. ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. ഇപ്പോൾ മനസ്സിലായല്ലോ. സോ വീഡിയോ എന്തായാലും ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്ത് ഉണ്ടാവും, അത്ര ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് എൻജോയ് ആയിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും 2 കുഴി ഉണ്ടെന്നറിയാം. ഒന്നീ ചാടി, സിമ്പിൾ. മൂന്നാമത്തത് എനിക്ക് അത്ര ഓർമ്മയില്ല. ഇതിൽ നമ്മൾക്കിപ്പോൾ കുഴി കാണുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തായാലും ഒരു കുഴി കാണുന്നുണ്ട്. വിശ്വസിക്കില്ല മോനെ, വിശ്വസിക്കില്ല. മനസ്സിലായല്ലോ? ആ കുഴി എങ്ങോട്ട് നീങ്ങി. ഓക്കെ, സിമ്പിൾ. അറിയാം, ഫസ്റ്റ് കളിച്ചതുകൊണ്ടാണ്. ഇത് ഞാൻ വിചാരിച്ചില്ല, ഇപ്പോൾ വേണമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു പൊട്ടാനിക്കുള്ള ഇതെനിക്ക് പെട്ടെന്ന് മറന്നു കിട്ടാം. അപ്പോൾ ഈ പാർട്ടായിരുന്നു, ഇത് 5ാമത്തെ പാർട്ടായിരുന്നു. ഇത് കളിച്ചിട്ടാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ ഒന്നുണ്ട്. ഇതെങ്ങനെ ഞങ്ങൾ കെട്ടി. കേട്ടാ, അതെന്നെ ഫോളോ ചെയ്തിട്ട് വന്നു. ഇത് ശരിക്കും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് ഈ പാർട്ടായിരുന്നു അല്ലേ? ഇപ്പോൾ കഴിഞ്ഞില്ലേ? ജയിച്ചില്ലേ ഞാൻ? ഇതാണ് ഫൈനല്. പുറകിൽ അങ്ങനെ വന്നു, ഫ്രണ്ടിൽ പോണു ഒരു കുഴി. നമുക്കറിയാം എന്തായാലും അവിടെ ഒരു കുഴി വരും. അത് ബാക്കിൽ തന്നെ ഫോളോ ചെയ്തിട്ട് വരുന്നുണ്ട്. എടാ, അവിടെ ഒരു കുഴിയുണ്ട്. ഓക്കെ, ബാക്കിൽ വരും, ഫ്രണ്ടിലൊരു കുഴിയുണ്ട്, അത്രയേ ഉള്ളൂ. ഈസി. ഓക്കെ, നമ്മളങ്ങനെ സെക്കൻഡ് ലെവലിലോട്ട് പോവാണ്. സെക്കൻഡ് ലെവൽ ഞാൻ കളിച്ചിട്ടില്ല. ഇത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഈ സ്പൈക്ക് വരുന്നത് നമ്മൾ ചാടുന്ന അവിടെ ആ സ്പൈക്ക് വരും. വേണമെങ്കിൽ നോക്കിയോ. വന്നില്ലല്ലോ. സിമ്പിൾ. ഓക്കെ, ഓക്കെ. ഇതിൽ നമുക്ക് 3 സ്പൈക്ക് ഉണ്ട്. ഈസി. എന്തായാലും സ്പൈക്ക് നമുക്ക് മൂവ് ആവുമെന്ന് അറിയാം. മൂവ് ആയില്ല. ഓക്കെ, ഫസ്റ്റ് 1 മൂവ് ആയില്ല. സെക്കൻഡ് 1 സമാധാനത്തിൽ കളിക്കാം. സമാധാനത്തിൽ നിറയെ ടൈമുണ്ട്. ഫസ്റ്റ് 1 മൂവ് ആവില്ല. സെക്കൻഡ് 1 നമ്മുടെ അടുത്ത് വരും. അടുത്ത് വന്നു. ജസ്റ്റ് മിസ്. ചാടി. ഓക്കെ, ഫസ്റ്റ് 1 ചാടാം. സെക്കൻഡ് 1 നമ്മുടെ അടുത്ത് വരും. തേർഡ് 1 ഫോർവേഡ് ആവുകയാണ്. അപ്പോൾ കുറച്ചടുത്ത് പോവുക, ഇനി ചാടുക. ഈസി. സോ നിങ്ങൾക്ക് നല്ലൊരു ടിപ്പാണ് നാളെ ഗെയിം കളിക്കുമ്പോൾ. ഇത് താഴെ സ്പൈക്ക് ഉണ്ട്, അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇല്ല. അത്ര വലിയ ഷോക്കാവില്ല, അറിയാമല്ലോ എന്തായാലും നമുക്ക് എന്തെങ്കിലും സംഭവിക്കും ഇത് നിന്ന്. അപ്പോൾ നമ്മൾ ആ സ്പൈക്ക് ഉള്ളവിടേക്ക് ചാടണം. ഒരു സെക്കൻഡ് പോലും വേറെ എവിടെയും നോക്കാൻ പറ്റില്ല ഈ ഗെയിം പോസ് തന്നെ ചെയ്ത് നോക്കണം. ഇത് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നമ്മൾ താഴെ ചാടി ഇന്നൊന്ന് വരും, അതിനെ കടക്കണം, അത്രേ ഉള്ളൂ. ഇനി വരില്ലല്ലോ, വരില്ല. എൻ്റെ അമ്മോ, ഇതിലെവിടെയെങ്കിലും സ്പൈക്ക് ഉണ്ടാവും ഒബ്വിയസ്ലി. ചിലപ്പോൾ ഫസ്റ്റ് 1 ഇല്ല, സെക്കൻഡ് 1 ഇല്ല, തേർഡ് ഇല്ല, ഫോർത്ത് ഇല്ല, ഫിഫ്ത്ത് ഇല്ല. നമുക്ക് ഈ ഗെയിം ഒരിക്കലും ഇല്ലേ ഒറ്റ ഫസ്റ്റ് ടേക്കിൽ നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഓ ബാക്കി വരുന്നുണ്ട്. ജയിച്ചു. ഫസ്റ്റ് ഡേക്ക് തന്നെ ജയിച്ചുട്ടാ. നമ്മൾ അഞ്ച് പാർട്ടും ഫസ്റ്റിൽ തന്നെ കഴിക്കാൻ നോക്കണം. ഈ ലെവൽ എനിക്ക് കുറച്ച് ഭയങ്കര സസ്പീഷ്യസ് ആയിട്ടുണ്ട്. കാരണം കാണുമ്പോൾ തന്നെ അറിയാം വഴി ഇത്രയേ ഉള്ളൂ, ചാടാൻ പറ്റില്ല. ആകെ അവിടെ ഒരു കുഴിയേ ഉള്ളൂ. നോക്കാം. ഓ എൻ്റെ പൊന്നു, അത് ബാക്കി വരുന്നുണ്ട്. നമ്മൾ തിരിച്ച് ഈ കുഴിയിലോട്ട് വരണം. അപ്പോൾ ഏതോ ഒരു പോയിന്റിലാണ് അതിന് മനസ്സിലാവുന്നത്. ആ സ്പൈക്ക് നമ്മുടെ ബാക്കിൽ വരുന്നു. നോക്കാം. ഓ വന്ന് ഓട്. ഇതിൽ 1 2 3 4 5 6 7 ഇവിടെ വരുന്നു. ഇത് കറക്റ്റ് കണക്കൂട്ടൽ വെച്ചിട്ട് തന്നെ പോകണം, ഇല്ലെങ്കിൽ നടക്കില്ല. വന്നു. ഇത് കിട്ടി. ഇനി പോവാ. ഇനി വരില്ല എന്ന് വിചാരിക്കുന്നു. ഇനി വരണ്ട. നൈസ്. ബാക്കിൽ വന്നിരിക്കുക. വരട്ടെ. ഓ നമ്മൾ ഇത്ര പെട്ടെന്ന് 3ാമത്തെ ലെവലെത്തി. അപ്പോൾ 5 യെസ് 15 അല്ലെ 10. ഓക്കെ, ഇത് ചിലപ്പോൾ നീങ്ങി വരാൻ ചാൻസസ് ഉണ്ട്. ഞാൻ മണ്ടത്തരം കാണിച്ച് ചാടി, പക്ഷെ അവരവിടെ ഒരു വാള് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തിരിച്ചു വരുന്നു, എന്നിട്ട് വീണ്ടും ചാടി പോകുന്നു. സിമ്പിൾ. സോ അപ്പോൾ ഈ ഒരു പാർട്ടിൽ, ഈ ഒരു ലെവലിൽ നമുക്ക് വാൾസിനെ പ്രതീക്ഷിക്കാം. കണ്ട ഇപ്പോൾ നടന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. ഇത്രയും ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ് ചുമ്മാ പറഞ്ഞാണ്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര ഫ്രീ ആയി കളിക്കണം. മൈൻഡ് ഭയങ്കര ഫ്രീ ആയി കളിക്കുകയാണെങ്കിൽ നമുക്കിത് ജയിക്കാൻ പറ്റും. ഓക്കെ, ഒരുപാട് ഫ്രീ ആവാതിരിക്കണതാണ് നല്ലത്. അപ്പോൾ ഇവിടെയാണ് വാള് വരുന്നത്. ഓക്കെ ലക്കി വൺ. വാക്കുകളില്ല പറയാൻ. ഇതിപ്പോൾ എങ്ങനെയാണ്? എന്താ ഇതിപ്പോൾ എങ്ങനെ പോവാ? ഇതിൻ്റെ മേലെ കയറാം. ഓ നൈസ്. ഇത് ചിലവർക്ക് ചിലപ്പോൾ ഓരോ സംഭവങ്ങൾ ടഫായി തോന്നും, നമുക്കത് ഈസി ആയിരിക്കും. നമുക്ക് ഈസി ആയിരിക്കണതൊക്കെ ചിലവർക്ക് ടഫായി തോന്നും. രണ്ടും ഒന്ന് തന്നെ. ഓക്കെ, നെക്സ്റ്റ് ലെവൽ. ഓ ഇത് ഫുള്ളായി ക്ലോസ് ആവും, അപ്പോഴേക്കും നമ്മൾ ചാടണം. എന്താടാ ഇത്? ഒരു ന്യായം വേണ്ടേ? ന്യായം. ഓക്കെ, ഫ്രണ്ടിൽ വാള് വരുന്നു നമ്മൾക്കറിയാം. ചാടുന്നു. ഓക്കെ, ഫുള്ളായി ചാടാൻ പാടില്ല. ഓക്കെ, ഇവിടെ നിൽക്കണം. നിൽക്ക് എന്നിട്ട് ചാടുക. ക്ഷമ വേണം, ക്ഷമ. ഓക്കെ, അടുത്ത ലെവലെത്തി. ഓ നമ്മൾ പെട്ടെന്ന് എത്തുന്നുണ്ട്. ഇത് സിമ്പിളല്ലേ? ഇതിനിങ്ങനെ പിടിച്ചിട്ട് പോയാൽ മതിയല്ലോ. അവസാനമുള്ളത് പിടിക്കാൻ പാടില്ല, അവസാനത്തിന് മുമ്പുള്ളത്. അപ്പോൾ അത് വരെയുള്ളത് പിടിച്ച് പോയിട്ട് ചാടുക. ഓക്കെ ഇതൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ആ ഒരു വാളിങ്ങനെ വരികയായിരിക്കും, താഴെ കൂടെ ഇങ്ങനെ വരികയായിരിക്കും, അതായിരിക്കാം. നമ്മളൊന്ന് ചാടി നോക്കാം. ഓ അതായത് നമ്മൾക്ക് ആ ഒരു കോയിൻസിൻ്റെ മേലെ നിൽക്കാൻ പറ്റും. കോയിൻസ് അല്ലേ അത്? അതായത് എല്ലാ കോയിൻസിൻ്റെ മേലെ നിൽക്കാൻ പറ്റില്ല. അതായത് ലാസ്റ്റുള്ള 2 കോയിൻസിന് മേലെ ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല. ജയിച്ചു. വളരെ സിമ്പിളായി തോന്നുന്നുണ്ടല്ലേ? കളിക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക്. ഇത് ഒന്ന് മാത്രം എന്തോ ഒന്ന് പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സൂക്ഷിക്കണം. സംതിങ് ഫിഷി. ഒന്ന് എടുക്കാണ്ടിരിക്കുകയല്ലേ? എടുക്കണോ വേണ്ടയോ? എടുക്കാം, എനിക്ക് കളിച്ചാൽ മതിയല്ലോ. എടുക്കണ്ടായിരുന്നു. ഓക്കെ, മിണ്ടാതെ, അതായത് ഒന്നും കാണിക്കാതെ മിണ്ടാതെ പോകണം എന്നുള്ള വലിയൊരു പാഠമാണ് നമ്മൾ ഇതിൽ നിന്നും പഠിച്ചത്. അപ്പോൾ ഇതെന്താണ്? ഇത് നമ്മൾ മേലെ നിൽക്കണം മാത്രമേ ഉള്ളൂ. ഓ അതായത് മേലെ നിന്ന് അപ്പം തന്നെ ചാടണം തോന്നുന്നുണ്ട്. ആ ഒരു വാൾ അവിടെ ഇൻവിസിബിൾ വാളാണ് നമുക്കവിടെ.
ഓക്കെ 1 2. ഇതിനെന്താ പറയുക, നമ്മൾ പിടിക്കാൻ പോകുമ്പോൾ ഒന്ന് മാറുക. ഞാൻ അവിടെ നിന്ന് നമ്മളിവിടെ തെറി പറയാണ്ട് ഇത്രയും പോവാണ്, ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കും. അതായത് ഇവ അങ്ങോട്ട് പോകുമെന്നറിയാം. കിട്ടി ലഡ്ഡു എന്ന് വയ്ക്കാം. നമ്മൾ അത് കോയിൻസ് അല്ല, അതൊരു ലഡ്ഡു പോലെ ഉണ്ട്. അപ്പോൾ ഇതിലെന്താണ്, അതായത് ഈ കോയിൻസ്, അതായത് ഈ സംഭവത്തിന് നമ്മൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ ഒരു മനസ്സ് പറയണത്. എടുക്കാം പറഞ്ഞില്ലേ, എനിക്കറിയാം. അപ്പോൾ ഇത് എടുക്കാതെ പോകണം, കാരണം അതെടുത്താൽ പൊട്ടിത്തെറിക്കും. കാരണം ഇതിൻ്റെ നമ്മുടെ ആ മനുഷ്യൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല. കണ്ടല്ലോ ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന്. അത് അതിൻ്റെ പാർട്ടി നമ്മളെ വന്ന് ഇടിക്കും. അതിനുള്ളിൽ നമ്മൾ ആ വാതിലിൻ്റെ അവിടെ പോകണം. പെട്ടെന്ന് പോട്ടെ. അയ്യോ, ഇതത്ര ഈസി അല്ല. പെട്ടെന്ന് പോകണമെന്ന് തോന്നുന്നു. പൊക്കോ. അയ്യോ, ജസ്റ്റ് മിസ്. നിൽക്ക ഈ ഒരു ഇതിപ്പോൾ കറക്റ്റാക്കി കാണിച്ചെടുക്കുക. അതായത് ഇവർ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് റെഡിയായി നിൽക്കണം. ഓക്കെ ഇതൊക്കെ പോട്ടെ. ഇട എന്താടാ, ഒറ്റ ട്രൈ. ഈ ട്രൈയിൽ നമ്മൾ ശരിയാക്കും. പൊക്കോ. അത്രേ ഉള്ളൂ. നമ്മൾ കോൺസെൻട്രേഷനോടെ കളിക്കണം. ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളടുത്ത് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഔട്ടാവണം. ഇതൊക്കെ അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവരെന്തെങ്കിലും ഈസിയായി കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം അതിൽ അത്രയും ഡിഫിക്കൽട്ട് ഉണ്ട്. ഇപ്പോൾ ഇവനെ ഇവിടെ എത്തിച്ചാൽ മതി. നോക്കാം ഇപ്പം എന്താ നടന്നത്. അതായത് കരിമ്പിടി കിട്ടുമല്ലോ, നമ്മൾ ഇനി റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ലെഫ്റ്റിലോട്ട് പോയി. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത് വാതിലുണ്ടെങ്കിൽ വലിയ എന്തോ ഒരു അപകടം അവിടെ മണക്കുന്നുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ലെഫ്റ്റ് പോയി. അപ്പോൾ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഈസി. അപ്പോൾ അടുത്ത റൗണ്ടും അതുതന്നെ ആയിരിക്കും. ഞാനിവിടെ റിസ്ക് എടുക്കുന്നില്ല. ഞാൻ എന്തായാലും ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, കണ്ടാ. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കളിക്കുന്നു. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, ചാടി. റൈറ്റ് പ്രസ് ചെയ്ത് ചാടി എത്തി. അപ്പോൾ ഈ ലെവൽ മൊത്തം നമ്മൾ ഓപ്പോസിറ്റ് പ്രസ് ചെയ്യണം. കൈ അവിടേക്കാണല്ലോ പോണ്. ഓക്കെ, കിട്ടി. അതായത് നമ്മൾ ജമ്പ് ബട്ടൺ പ്രസ് ചെയ്യില്ലേ, സ്പൈക്ക് ജമ്പ് ആവുക, നമ്മൾ ജമ്പ് ആവുന്നില്ല. ഏടാ സീന്. നിക്ക് ഇത് കൊള്ളാട്ടാ. ഒരിക്കൽ കൂടെ. ഇത് പൊളിച്ചു. ഇത് ഒട്ടും വിചാരിച്ചില്ല എൻ്റെ അമ്മോ. അപ്പോൾ ഇനി ഇത് എവിടെ പ്രശ്നമാണോ, നമ്മൾ തന്നെ ചാടുന്നത്. പേടിക്കണ്ട. ഇത് മാറി ലെഫ്റ്റ് റൈറ്റ് അത് പഴയ പോലെയായി. നമ്മുടെ ജമ്പിങ് പവർ നമ്മൾക്ക് തിരിച്ചു കിട്ടിയപ്പോൾ കുറച്ച് അധികമായി കിട്ടിയെന്ന് തോന്നുന്നു. ഒറ്റ കയറ്റം. ഓക്കെ, അപ്പോൾ സൂക്ഷിച്ചും കണ്ടു വേണം കളിക്കാൻ. കിട്ടി. ചുമ്മാ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും അങ്ങോട്ട് ചാടിപ്പോവാണ്. ഈസി. ഇനി അടുത്ത റൗണ്ട് എന്താ വരികയെന്ന് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഈസിയായി തോന്നുന്നുണ്ട്. നോക്കാം. പഴയ പോലെ ആയിട്ടാ. റൈറ്റ് അമർത്തിയ ലെഫ്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് പ്രസ് ചെയ്യുന്നു, ചാടുന്നു. ലെഫ്റ്റ് പ്രസ് ചെയ്യുന്നു. ഞാൻ റൈറ്റ് പ്രസ് ചെയ്തിട്ടില്ല. ലെഫ്റ്റ് പ്രസ് ചെയ്യുന്നു, ചാടി. ഒരു മിനിറ്റ്. ലെഫ്റ്റ് പ്രസ് ചെയ്തു. എടാ എന്താടാ. ലെഫ്റ്റ് പ്രസ് ചെയ്തു, ചാടി. എന്താടാ അത്. ഒരു മിനിറ്റ്. ലെഫ്റ്റ് പ്രസ് ചെയ്തു, ചാടി. അതായത് നമ്മൾ ചാടി നിന്നപ്പോൾ അത് മാറി.
അതായത് നമ്മൾ ഇവിടുന്ന് ജമ്പ് ചെയ്ത് നിന്നില്ലേ, അതൊട്ട് നമ്മൾ റൈറ്റ് പ്രസ് ചെയ്താൽ റൈറ്റിലോട്ട് തന്നെ പോവും. അതായത് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ലെഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ റൈറ്റിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് ഇവിടുന്ന് ചാടിയതിന് ശേഷം ഒരു മിനിറ്റ്, ലെഫ്റ്റ് പ്രസ് ചെയ്തു, ചാടി. ഓ, ഒരു ഷേക്ക് വരുന്നുണ്ട്, ഒരു ഷേക്ക്. നോക്കട്ടെ. അവിടെ എന്തോ ഉണ്ട്. നമ്മൾ എന്തോ ഒന്നിൽ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഷേക്ക് വന്നാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് പോകുന്നുണ്ട്, റൈറ്റ് പ്രസ് ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് പോകുന്നുണ്ട്. കാര്യം പിടി കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ റൈറ്റിലോട്ടാണ് പോകുന്നുണ്ട് ചാടി. അത് കണ്ടാ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, ഇൻവിസിബിൾ ആണ്. നമ്മളവിടെ എത്തിയതും ഇപ്പോൾ പഴയ പോലെയായി. ഇനി ലെഫ്റ്റ് പ്രസ് ചെയ്യണം, ചാടി. ഇനി റൈറ്റ് പ്രസ് ചെയ്യണം. ഈസി. ഒരു വൈബ്രേഷനൊക്കെ അവിടെ ശ്രദ്ധിക്കണം. അടുത്ത ലെവല്. ഓക്കെ, ഇതിൽ ഇനി ലെഫ്റ്റ് ആണോ പ്രസ് ചെയ്യേണ്ടത്, റൈറ്റ് ആണോ പ്രസ് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, റൈറ്റ് തന്നെ. മൂവ് ചെയ്യുന്നുണ്ട്. ഇത് മുറിഞ്ഞ് സെൻറ്ററിലോട്ട് നിൽക്കണം. അപ്പോൾ ഓക്കെ, സെൻറ്ററിൽ നിൽക്കാം. ഓക്കെ, ഈസി എന്നൊക്കെ പറയാം. ഓ, ഇപ്രാവശ്യം ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. ഇത് വെറുതെ നിന്നാൽ പോരെ, തിരിച്ച് വരും. അയ്യോ, അവിടെ പോയി മുട്ടും. ചാടിക്കോ. എത്തുന്നില്ലല്ലോ. ഓ, ഇത് ഓപ്പോസിറ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് ചാടാൻ പറ്റുള്ളൂ. ശരി, ആരും കണ്ടില്ല. ഇപ്രാവശ്യം ചാടിക്കോ. ഓ, എത്തി എൻ്റെ ഈശ്വരാ. എന്താടാ ഈ ലെവലിൽ എന്ത് ചെയ്യണം? അപ്പം ഞാൻ ഒരു റെസ്റ്റ് ഇരിക്കുകയാണ്. നിങ്ങളത് ഒറ്റയ്ക്കൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ പിച്ചും പേയും പറയുന്നത് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഓ, ഇങ്ങനെ സ്റ്റാക്ക് പോലെ വരിക. അടുത്ത് വരട്ടെ. എല്ലാം വന്നതിന് ശേഷം അത് താഴെ പോവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചാടണം. ചാടി. ഓ, സമാധാനം. ചാടുന്നു, പോരുന്നു. അടുത്തത് പോരട്ടെ. ചാടിക്കോ. പറ്റില്ല മച്ചാനേ, പറ്റില്ല. ഓക്കെ, പറ്റും. ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെയാണ്. ഞാൻ കുറച്ച് നേരത്തേക്ക് സംസാരിക്കാൻ പോകുന്നില്ല. ഈ ഒരു ഇത് നമ്മൾ ജയിച്ചിരിക്കും. ഇല്ല, സംസാരിക്കാം. ഇല്ല, കണ്ടല്ലോ അതെന്താ സംഭവിച്ചെന്ന്. എൻ്റെ അമ്മ, എനിക്കെന്തോ സൂപ്പർ പവർ കിട്ടിയ തോന്നണു. ഈ ലെവലിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായ എങ്ങനെയാ മോനെ നീ മുന്നോട്ട് പോവുക? കമോൺ, നിന്നെ കൊണ്ട് പറ്റും. നീ പൊരുതി പോട്ടെന്ന് വെക്കി. കമോൺ, പറ്റും. ചാടാം. ജയിച്ചു. ഇത് നമ്മൾ 2 സ്റ്റെപ്പ് എടുത്ത് വെച്ചതും അതൊക്കെ ഇൻവിസിബിളായി. ഓക്കെ, 1, എടാ വെയിറ്റ് ചെയ്ത് സമാധാനം. 1, രണ്ടാമത്തത് വന്നു, മൂന്നാമത്തത് വന്നു, നാലാമത്തത് വന്നു. എടാ പോയി. ഇതെൻ്റെ മേലെ തെറ്റ്. അത് വരാത്ത മുമ്പ് എൻ്റെ കൈ ഒന്ന് ഷിവറായി, ഒന്ന് വിറച്ചു പോയി. ഓക്കെ, ഒന്നാമത്തത്, 2, 3. എന്താടാ, പറ്റും. 1, 2, 3, 4, 5 വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യ്. വന്നു. ചാടിക്കോ. എൻ്റെ അമ്മ, ഇതൊരു കംപ്ലീറ്റ് ഒരു മൈൻഡ് ഗെയിമാണ് കേട്ടോ. നല്ല ക്ഷമയും നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ജയിച്ചിട്ട് പോവാം. ഇതെന്താണ്, സ്റ്റെപ്പ് കാരണമായിരിക്കും. 1, 2, 3, 4, 5. ഓ, ബാക്കിൽ വീണുകൊണ്ട് അതായത് എൻ്റെ ഒബ്സർവേഷൻ മനസ്സിലാക്കിയത് ലാസ്റ്റത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് മുകളിലോട്ട് വരും, ബാക്കിയെല്ലാം താഴെ വീഴും. അപ്പോൾ 1, 2, 3, 4, 5, 6. ഇതിൽ നിന്ന് ചാടാതിരിക്കുക, എന്നിട്ട് ചാടുക. യെസ്, ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാണ്. 1, 2, 3, 4, 5. ലാസ്റ്റ് ഇതിലിരിക്കുക, എന്നിട്ട് എടാ എന്താടാ
ഇത് വേറെന്തോ സംഭവിച്ചുട്ടോ. ഇവരെന്നെ പറ്റിക്കുകയാണ്. 1 2 3 4 5 ഇതിൽ നിൽക്കുന്നു. എടാ നിൽക്കടാ. അയ്യോ ഒരു മിനിറ്റ്. 1 2 3 4 5 അയ്യോ ഓക്കെ 1 2 3 4 5 6 ഇവിടെ നിന്നിട്ട് ഒറ്റച്ചാട്ടം. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ നമ്മളങ്ങനെ 1 2 3 4 5 6 ലെവൽ കഴിഞ്ഞു. എൻ്റെ അമ്മ ഇത് തന്നെ എത്ര ഉണ്ട്? 7 8 9 10 11 12 13 14 15 15 കഴിഞ്ഞിട്ടൊരു ബോസ് ലെവലും കൂടി ഉണ്ട്. ഇതിപ്പോൾ ഒരുപാട് ടൈം ആയോ? ഇല്ല, ജസ്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ ഒരു 20 മിനിറ്റ് ആയി, അത്രേ ഉള്ളൂ. ഓക്കെ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ എന്താണ് ഇത്? പുതിയ സാധനമാണല്ലോ. ഓ ചാടാൻ പറ്റും. നമുക്ക് സ്പ്രിങ് കിട്ടിയിട്ടുണ്ട് ഇതിൽ, സ്പ്രിങ്. എന്നിട്ട് ഒറ്റ ചാട്ടം. ഓ നമുക്ക് പവർ കൂടി സ്പ്രിങ് ഡിങ് ഐ ഡിങ്. ഓ ഇനി നമ്മൾ ചാടണ്ട എന്ന് വിചാരിക്കും, പക്ഷേ ചാടണം. അതായത് നമ്മൾ ചുമ്മാ അങ്ങനെ തൊട്ടാൽ മതി, ജമ്പ് ബട്ടൺ പ്രസ് ചെയ്യണം എന്നില്ല. അതാ അങ്ങനെ ഓടിക്കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി ചാടിപ്പോവും. പക്ഷേ ഇവിടെ നമ്മൾക്കറിയാം ലാസ്റ്റ് മുകളിലാണ് ആ സ്പൈക്കുള്ളത്. അപ്പം നമ്മൾ ഇത് ചാടുന്നില്ല, എസ്കേപ്പ്. ബുദ്ധിപൂർവമായി കളിക്കുകയാണെങ്കിൽ നമ്മൾക്കിത് ജയിക്കാം. ഇതിലെന്താണ് ഇപ്പോൾ വേണ്ടത്? ഓ അടിയിൽ ആ സ്പ്രിങ് വരുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ കുഴിയിൽ ചാടണം. ചില സമയങ്ങളിൽ നമ്മൾ കുഴിയിൽ ചാടണം, അത്രേ ഉള്ളൂ. രണ്ടാമത്തേലും കുഴിയിൽ ചാടണോ അല്ല ഡയറക്റ്റ് ചാടിയാൽ മതിയോ? ഇനി താഴെ വന്നില്ലെങ്കിലോ ഡയറക്റ്റ് ചാടാം. ഓ പുളി, നമ്മൾ ചാടിയപ്പോൾ സ്പൈക്കുള്ളിൽ പോയി. ഇത് പഴയ പോലെ ആ കുഴിയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അറിയാം, ചില സമയത്ത് കുഴിയിൽ ചാടാൻ പാടില്ല. ഇനി ഇവിടെ എന്താ ചാടുക? കുഴിയിൽ ചാടണോ അല്ല ഡയറക്റ്റ് ചാടണോ? ലൈവ് ആണെങ്കിൽ നിങ്ങളടുത്ത് കമൻറ്റിലെങ്കിലും ചോദിക്കായിരുന്നു. ഇപ്പോൾ ലൈവും അല്ലല്ലോ. ഫസ്റ്റ് നമ്മൾ കുഴി ചാടി, പിന്നെ ഡയറക്റ്റ് ചാടി. അപ്പം ഇതിൽ കുഴി ചാടണം. കുഴി ചാടിയിട്ട് ലെഫ്റ്റ് അപ്പം അത് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഴിയിലും ചാടണം ഡയറക്റ്റായിട്ടും ചാടണം. ഓ അങ്ങനെ. ജയിച്ചു. വാ, വാട്ട് എ വണ്ടർഫുൾ ഗെയിം. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് നമ്മൾ ആ സ്പ്രിങ്ങിൽ ചാടണം, വേറെ ഓപ്ഷനൊന്നുമില്ല. ഓ എന്നിട്ട് ചാടി പോകണം. പോരട്ടെ. ഓ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചത്? ആ സ്പ്രിങ് മാത്രം കാറ്റിൽ പറന്ന് വരുന്നു. ശരി, മനസ്സിലായി. ചാടുന്നു. യെസ് ഓക്കെ, ഈസി. ഇനി 2 ലെവല്. ഓക്കെ ഇത് നമ്മളൊരു മുക്കി കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അവിടെ എത്തിക്കണം. നേരെ ചാടിയാൽ ഒരു സ്പ്രിങ്. ഒരുപാട് വിശദീകരണമൊന്നുമില്ല. ചാട് എന്താ ഒന്നും കണ്ട, എൻ്റെ കൈ ഓട്ടോമാറ്റിക് പോയി. നമ്മളിതിൽ പ്രാക്ടീസായി. അതായത് നമ്മൾ ചാടുമ്പോൾ അത് ലെഫ്റ്റ് പോവും. ഓക്കെ അപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് ചാടും. ഓക്കെ ഇനി അപ്പുറത്ത് പോകണം അല്ലേ? എങ്ങനെയാണ് അവ പോവുക? ഓക്കെ പോയി. 1 2 ഇവിടെ എത്തിയതാണ്. ഒന്നും നോക്കണം. എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ലെഫ്റ്റ് ചാടുന്നു. എന്നിട്ട് ഒരു മിനിറ്റ്. ഞാൻ പൊതുവെ ഇങ്ങനത്തെ കുട്ടി ഗെയിംസ് ഒന്നും കളിക്കാത്തതാണ്. ഇപ്പം ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയാം. ഹോ ഭാഗ്യം, നമുക്കറിയാം എവിടെ ഇനി അടുത്ത ട്രാപ്പ് ഉള്ളത് എവിടെയാണെന്നറിയാം. ഒരു മിനിറ്റ്, ഇവിടെയാണ് അടുത്ത ട്രാപ്പ് ഉള്ളത്. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുക? ഫസ്റ്റ് തന്നെ ചാടാം. എൻ്റെ അമ്മോ വേർത്ത് കുളിച്ചു. ഇതാ ഫാനിൻ്റെ അടുത്തിരുന്നിട്ടാണ് വേർക്കണം ഇങ്ങനെ. ഓക്കെ ഈ ഒരു ലെവലിൽ എവിടേക്കോ എന്തൊക്കെയോ ഒളിപ്പിച്ച പോലെ ഒരു ഫീലിംഗ്, ഒരു ഗട്ട് ഫീലിംഗ്. നമ്മൾ ചാടി നോക്കാം. മനസ്സിലായല്ലോ? വാടാ നീ വാ. ഓ എടാ ഇവരിങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നാൽ നമ്മളെങ്ങനെ കളിക്കും? ഓക്കെ ഇനി ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നീങ്ങാൻ പോകണമെന്ന് അറിയില്ല. നോക്കാം. ഒറ്റ ചാട്ടം. യെസ് കിട്ടി. നന്നേ ഒന്ന് ചാടിയാൽ മതി. ഞങ്ങൾ ഒരുപാട്. ഓക്കെ ഫസ്റ്റ് റൈറ്റിലോട്ട് നീങ്ങും, എന്നിട്ട് ലെഫ്റ്റിലോട്ട് നീങ്ങും. അപ്പോൾ അടുത്ത് ചാടുക. എന്നിട്ട് ഇനി അവൻ റൈറ്റിലോട്ട് ചാടും. അപ്പോൾ 3 ലോങ് ചാടുക. ഇനി അവൻ ലെഫ്റ്റിലോട്ട് ചാടും. അല്ല റൈറ്റിലോട്ടാണ്. ഓക്കെ ഫസ്റ്റ് റൈറ്റിലോട്ട് നീങ്ങും, സെക്കൻഡ് ലെഫ്റ്റിലോട്ട് നീങ്ങും, പിന്നെ റൈറ്റിലോട്ട് നീങ്ങും, പിന്നെ വീണ്ടും റൈറ്റിലോട്ട് നീങ്ങും. യെസ് അത്രേ ഉള്ളൂ. ഫസ്റ്റ് റൈറ്റിലോട്ട്, പിന്നെ ലെഫ്റ്റിലോട്ട്, പിന്നെ റൈറ്റിലോട്ട്,
പിന്നെ വീണ്ടും റൈറ്റിലോട്ട് കിട്ടി. അത്രേ ഉള്ളൂ. എൻ്റെ അമ്മോ, ഇനി ഇത്ര ലെവലുണ്ടല്ലോ. ഇപ്പം തന്നെ വേർത്ത് കുളിച്ചു, അത് ഉള്ളൊക്കെ വേർത്തു. നിങ്ങൾക്ക് ചിലപ്പോൾ കാണണം എന്നില്ല. ഓക്കെ, ഇത് പുതിയ സാധനമാണല്ലോ. ടെലിപ്പോർട്ടേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഓ, ടെലിപ്പോർട്ടേഷനാണ്. ഓക്കെ, എന്ത് എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായാ? ഇവിടുന്ന് ടെലിപ്പോർട്ടായി ഫ്രണ്ടിൽ പോയി താഴെ വീണു. ഓക്കെ, നോക്കാം. ടെലിപ്പോർട്ടായി ഇവിടെ വന്നു. എന്നിട്ട് അങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. എവിടെ വേണമെങ്കിലും ടെലിപ്പോർട്ട് ആവാം. നമ്മൾ കൺട്രോൾ ചെയ്ത് അവനെ കൊണ്ടുവരിക. ടെലിപ്പോർട്ടാവും, കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ടെലിപ്പോർട്ടായി. ഇത് മൂവും ചെയ്യും. എൻ്റെ അമ്മ. ഓക്കെ, എൻ്റെ പൊന്നോ, ആ ടെലിപ്പോർട്ട് മിഷൻ താഴെ വീണോ കണ്ടാ നിങ്ങൾ? ഓക്കെ, ഇവനെ നമ്പാൻ പറ്റില്ല. അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. എന്നോടെ കളി. ഇനി ഇവനെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്ന് പറഞ്ഞതാ. വിശ്വസിക്കാം. ഐ ട്രസ്റ്റ് യു. ചാടാൻ പോണ്. എൻ്റെ തെറ്റ്. അപ്പം ഞാൻ ഫസ്റ്റ് നമ്മൾ ഇവനെ വിശ്വസിച്ച് ചാടി. അവനാണ് നല്ലവൻ. ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ ചാടി തിരിച്ചെത്തി. സോ ഇതിൽ നമ്മൾ അവനെ വിശ്വസിക്കാൻ പറ്റില്ല. മറ്റവൻ്റെ അടുത്ത് പോകണം. ഇവൻ എന്നൊക്കെ ടെലിപ്പോർട്ട് മിഷൻ. ഓക്കെ, ഇതിൽ നിന്ന് എന്താ പഠിച്ച്? അപ്പോൾ ഓരോ ലെവലിൽ നിന്ന് നമുക്ക് ഓരോ മോറൽ മെസ്സേജ് പഠിക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് അവൻ്റെ അടുത്ത് ചാടാൻ പറ്റില്ല. ഇവൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ ഇവൻ്റെ അടുത്ത് ചാടാൻ പറ്റില്ല. അവൻ ഇങ്ങനെ ചാടാമല്ലോ. സ്കിപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇത്ര നേരം ശ്രദ്ധിച്ചില്ല കണ്ടാ. പക്ഷെ ആഡ് കാണേണ്ടി വരും. എനിക്ക് ആഡ് കാണാനൊന്നും വയ്യ. നെറ്റ് ഓഫ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഡാറ്റ ഓഫ് ചെയ്തിട്ട് കളിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഇടയിൽ ആഡ് വരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവനെയും വിശ്വസിക്കാൻ പറ്റില്ല, അവനെയും വിശ്വസിക്കാൻ പറ്റില്ല. അവനെ വിശ്വസിക്കാൻ പറ്റും, പക്ഷെ അവൻ കുറച്ച് നീങ്ങും. നോക്കാം, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ചതി. ഓക്കെ, ഇതിൽ 3 ടെലിപ്പോർട്ട് ഉണ്ട്. ലെഫ്റ്റ് ഉള്ളവൻ്റെ അടുത്ത് പോയാൽ താഴെ വേണം. അപ്പോൾ റൈറ്റ് പോവുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് തന്നു. താങ്ക് യു. നീ എവിടേക്കാടാ പോണത്? അയ്യോ, എന്താ ഇപ്പം സംഭവിച്ചത്? വെയിറ്റ്, അതായത് ഇവൻ്റെ അടുത്ത് പോയാൽ നമ്മൾ ആ കുഴിയിൽ ഗോക്കി പോയി വീഴും. മേലുള്ളവൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവൻ ഇവൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞയക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഓക്കെ, നീ ബാക്കിൽ പോവും. ഇവിടെ ഒരു ഓപ്പൺ ആവും അല്ലേ? ചാടുന്നു, വരുന്നു, ഇവിടെ എത്തി. ഇനി ഇവൻ എന്താണാവോ ചെയ്യാൻ പോകുന്നത്? ഐ മീൻ ദാറ്റ് പോർട്ടൽ. ഓക്കെ, നമുക്ക് ചാടാം. ചത്ത പോലെ കിടക്കാം. അതായത് മനസ്സിലായല്ലോ? ഒന്നും പറയുന്നില്ല. ഫസ്റ്റ് ഇങ്ങനെ പോകുന്നു, ഇവിടെ നിന്ന് ചാടുന്നു, അവൻ ആ കുഴി ഉണ്ടാക്കും, നമ്മളത് വെയിറ്റ് ചെയ്യുന്നു, ചാടുന്നു, അടുത്ത് പോകുന്നു. എന്നിട്ട് ഇപ്പം ചാടുമ്പോൾ ഇവൻ നീങ്ങും, മറ്റവൻ വരും. യെസ്, അത്രേ ഉള്ളൂ. സൂക്ഷിച്ചും കണ്ടും ഓരോ അവിടെ കാല് കൊണ്ട് വെക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ദ മോറൽ ഓഫ് ദ ഗെയിം. ഫ്രണ്ടിൽ തന്നെ പോർട്ടൽ കൊടുത്തിട്ടുണ്ട്. പോയി നോക്കാം. തിരിച്ച് വരും, എന്നിട്ട് ചാടുക. അപ്പോൾ അതിൽ ആ പോർട്ടലിനെ നമ്മൾ കടന്നു പോകാൻ പറ്റുമോ എന്ന് നോക്കാം. പറ്റില്ല. ഇവിടെ തിരിച്ചെത്തിയതും റീസ്പോൺ ആയതും തിരിച്ച് ഒരിക്കൽ കൂടെ ചാടണം. ചടിക്കോ. തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ വരും. എൻ്റെ അമ്മോ, ഇതൊക്കെ ഒരു ലെവൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ ഗെയിം ഡെവലപ്പറിന്. എൻ്റെ കൈ കിട്ടിയുണ്ടല്ലോ. പക്ഷെ ഇത് ഈസി ആയിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഈസി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം കണ്ടല്ലോ നിങ്ങൾ എന്താ സംഭവിച്ചെന്ന്. വരും, തിരിച്ചു പോവുക, വരും, ഓടിക്കോ.
ഓടിക്കോ, ലാസ്റ്റ് എത്തിയാൽ ഓടണ്ട. ഇത് എത്രാമത്തെ എത്തണമെന്ന് അറിയണില്ലല്ലോ. 1 2 3 4 5 6 7 ഏഴാമത്തേലാണ് നമ്മൾക്ക് വല വിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 ഇതിലാണ് വല അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? അതായത് നമ്മൾ അതിൽ മുട്ടിയതും ഇത് വലിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചിതിൽ പോകണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇതിൽ ചാടിയാൽ മതിയല്ലോ. ചാടുക, എന്നിട്ട് ഇതിൽ ചാടുക. ഓ പൊളി 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 പൊളി. വാ 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 വാ. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് എത്ര പേര് ഈ വീഡിയോ ഫുള്ളായി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ഇതിപ്പോൾ ഇത് കണ്ടവർക്ക് ഇത് എളുപ്പമാവും അല്ലേ, ഗെയിം എളുപ്പമാവും. ഇല്ല, നിങ്ങൾ മറക്കും. കുറേ ട്രാപ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾ മറക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് കേട്ടോ. ഞാൻ എത്ര നേരം വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ഇത് മൊത്തം കുറേ ടെലിപ്പോർട്ട്സ് ഉണ്ട്. നമ്മൾ എവിടെ ചാടണം എന്നറിയില്ല. ഫസ്റ്റ് വൺ അല്ല, സെക്കൻഡ് വൺ. യെസ്, സെക്കൻഡ് വണ്ണിൽ കറക്റ്റായി കിട്ടി. ആ ഫസ്റ്റ് വൺ ഉള്ളത് ഇവിടെ വന്നത് ഞാൻ കണ്ടില്ല എന്നാണ് അവൻ്റെ വിചാരം. അപ്പോൾ നമ്മൾ അതിൽ ചാടുന്നില്ല, ലെഫ്റ്റിലുള്ളതിൽ ചാടാം. ആവശ്യമുണ്ടോ? വല്ല ആവശ്യമുണ്ടോ നിനക്ക്? ഒരുപാട് ഓവർ സ്മാർട്ട് കാണിക്കാതിരിക്കണതല്ലേ നല്ലത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വണ്ണിൽ ചാടുന്നു. സെക്കൻഡ് വണ്ണിൽ ചാടിയിട്ട് റൈറ്റ് സൈഡ് തന്നെ ചാടണം. ഇപ്പോൾ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളെങ്ങനെ പോവും? ലെഫ്റ്റ് സൈഡ് പോവാം. ഓക്കെ, ലെഫ്റ്റ് സൈഡ് പോയി. കിട്ടിയോ? ഇതിൻ്റെ ഒരു ചെറിയൊരു സംഭവം കിട്ടിയാൽ നമുക്ക് ഫുള്ളായി കിട്ടും. ഇനിയിപ്പോൾ ഇവിടെയാണ് നമ്മൾ പെട്ടത്. ലെഫ്റ്റ് ചാടണോ റൈറ്റ് ചാടണോ? റൈറ്റ് തന്നെ ചാടാം. പന്നി. ശരി, ഓക്കെ. സെക്കൻഡ് വണ്ണിൽ ചാടുന്നു. ഇതിൽ നമ്മൾ നിൽക്ക്, കൺഫ്യൂഷൻ ആവാതെ. ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് സെക്കൻഡ് വണ്ണിൽ ചാടുന്നു, എന്നിട്ട് റൈറ്റ് സൈഡിൽ ചാടുന്നു, എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡ് ചാടുന്നു. ഇതിൽ നമ്മൾ എവിടെ ചാടിയത്? ഫുള്ള് റൈറ്റ് ചാടാനുള്ള ലെഫ്റ്റ് ചാടണം. ഓക്കെ, ജയിച്ചു. അത്രേ ഉള്ളൂ. എൻ്റെ അമ്മ, ഞാൻ ഒരു പാർട്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മറന്നു. അപ്പോഴാണ് നിങ്ങൾ ഇതൊന്നും ഓർമ്മ വയ്ക്കാൻ പാടില്ല, ഇതൊക്കെ തിരിച്ച് വന്ന് നോക്കി പറ്റിക്കാൻ പാടില്ല, സ്വന്തമായി കളിക്കുക. അപ്പോഴേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് കഴിയില്ല ഒന്നല്ലടാ അന്ന്. അപ്പോൾ ഇവിടെ വെച്ച് എന്തായാലും നമുക്ക് ഈ ഒരു പാർട്ട് 1 നിർത്താം. പാർട്ട് 2 വീഡിയോ നമ്മൾ വേണോ വേണ്ടോ എന്ന് കമൻറ്റ് ഇടുക. കാരണം ഇത്ര നേരം കണ്ടവരുണ്ടാകുന്ന പോലും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ എന്തായാലും പാർട്ട് 2 അപ്ലോഡ് ചെയ്യാം. കുറച്ച് പേരെങ്കിലും ഒരാളെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ലാസ്റ്റ് വരെ. അത്രയൊന്നും വെറുപ്പിച്ചിട്ടില്ലെങ്കിൽ കാണുക. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി. എന്നാലും ഈ ഒരു ഗെയിം